നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് റൂം റെൻറ്റ് ക്യാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സം അഷ്യൂർഡിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലെ സം അഷ്യൂർഡിൻ്റെ 1% അല്ലെങ്കിൽ 2% വരെ വിലയുള്ള റൂമുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സം അഷ്യൂർഡ് എന്ന് വിചാരിക്കുക. അതിൻ്റെ 1% നിങ്ങൾക്ക് റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ 5000 രൂപ വരെയുള്ള റൂമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷനിൽ ആശുപത്രി പോവുകയാണ്, അവിടെ 6000 രൂപ വരെയുള്ള റൂമാണ് അവൈലബിൾ എങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ നോക്കുമ്പോൾ 5000 രൂപ വരെയുള്ള റൂംസേ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും 1000 രൂപയല്ലേ ഡെയിലി അടയ്ക്കേണ്ടത്, അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ക്ലെയിമായിട്ട് ഇൻഷുറൻസ് കമ്പനി തരുമെന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് മാത്രമല്ല നിങ്ങൾ അടയ്ക്കേണ്ടത്, അതിൻ്റെ കൂടെ പ്രോ റേറ്റ ബേസിസിൽ ഉണ്ടാകുന്ന ചിലവുകളെല്ലാം നിങ്ങൾ അടയ്ക്കണം. ഡോക്ടറിൻ്റെ ഫീസ്, സർജിക്കൽ ഫീസ്, നഴ്സസ് ഫീസ്, ഇത് എല്ലാത്തിൻ്റെയും പ്രോ റേറ്റ ബേസിസിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനി അത് ക്ലെയിമായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. നിങ്ങൾ പുതിയതായിട്ടൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം ക്യാപ്പിംഗ് ഇല്ലാത്ത ഒരു പോളിസി എടുക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇങ്ങനെ റൂം ക്യാപ്പിംഗ് വല്ലതും ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാത്തൊരു പോളിസിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോർട്ട് ചെയ്യുക.